ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡെസേർട്ട് മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയും കാണാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചൈനീസ് മൂവീസിനെ പറ്റി അറിയാലോ, അതുകൊണ്ട് അധികം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു വലിയ ബസ്, അതിനകത്ത് ഒരുപാട് പേരും ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അതും ഈ ഒരു ബസ് ഉള്ളത് ഒരു മരുഭൂമി പ്രദേശത്താണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഒരാൾ കണ്ണു തുറക്കുന്നു. എന്നിട്ട് അവനായാലും പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ആ ഒരു ഡ്രൈവറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡ്രൈവറിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് അനക്കമില്ല, അയാൾ നേരത്തെ തന്നെ മരിച്ചെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബസ്സിലെ സ്വിച്ചുകളുണ്ടല്ലോ അതെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും ബസ് പെട്ടെന്ന് ഓഫ് ആവുകയാണ്. അതിന്റെ സ്ക്രീനെല്ലാം ഓഫ് ആവുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരുത്തൻ അവന്റെ മുഖം കണ്ണാടിയിലൂടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവൻ തന്നെ അവന്റെ മുഖത്ത് ഇങ്ങനെ തൊട്ട് നോക്കുന്നു. കാരണം അവന് തന്നെ അവൻ ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം അവന്റെ മെമ്മറീസ് എല്ലാം, അവന്റെ ഓർമ്മകളുണ്ടല്ലോ അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു സമയത്ത് തന്നെ അവന്റെ ഓർമ്മകൾ തിരിച്ചു വരാൻ തുടങ്ങാണ്. അതിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ടൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ബസ്സിൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും തലവേദന എടുക്കുന്നത് പോലെ, അതേപോലെ തന്നെ ആരെയും ഒരാളെ ഷൂട്ട് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ഇപ്പോൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും അവന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ വരാത്തത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബസ്സിലെ മറ്റൊരു പാസഞ്ചർ, ഒരു കണ്ണാടി, അവനും തലവേദന എടുത്ത് പെട്ടെന്ന് കണ്ണുറക്കുമ്പോഴത്തേക്കും ഇവനായാലും ഓടി അടുത്തേക്ക് ചെന്നിട്ട് അവൻ തട്ടി വിളിച്ച്, ഹേയ് നിനക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ, എന്താ സംഭവിച്ചത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ആദ്യം എഴുന്നേറ്റല്ലോ അവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ലിൻ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ബസ്സിലെ ഓരോരുത്തരായിട്ട് ഇപ്പൊ കണ്ണു തുറക്കുന്നു. എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്, എല്ലാവരുടെയും തല നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ണു തുറന്ന് അവസാനം അതിലൊരു സ്ത്രീ ആണെങ്കിലോ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് നോക്കി നാലറി വിളിക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു ബസ്സിന്റെ ഡോറിന്റെ ഭാഗത്ത് ഒരാളിങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അയാൾ ഉറയും കിടക്കല്ല, അയാൾ മരണപ്പെട്ട് കിടക്കാണ്. അപ്പൊ ഹീറോയ്ക്കൊന്നും ആ ഒരു ഓർമ്മയിൽ ആ വെടികൊണ്ട ആളാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഇത് കാണുന്നതും ഇവർ പെട്ടെന്ന് ഈ ഒരു ബസ്സിന്റെ ഡോർ തുറന്ന് ആ മരിച്ച ആൾ നേരെ താഴേക്കൊന്ന് വീഴുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും പേടിച്ചിട്ട് ബസ്സിന് വെളിയിലേക്ക് ഇറങ്ങി ഓടാണ്. ഓടുന്ന സമയത്താണ് ഇവരെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. ഈ ഒരു ബസ് എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇവരെല്ലാവരും എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയുന്നില്ല. അതുപോലെ ഈ ഒരു ബസ്സിലുള്ള ആർക്കും ഇതിനു മുന്നേ എന്താണ് സംഭവിച്ചെന്നുള്ള ഓർമ്മ പോലുമില്ല. അവർ തന്നെ ആരാണെന്ന് അവർക്ക് അറിയത്തില്ല, അവരുടെ പേര് പോലും. അപ്പോൾ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതും നമ്മുടെ ഹീറോ മാത്രം ആ ഒരു ബസ്സിൽ നിൽക്കും. അങ്ങനെ എല്ലാവരും ഈ രണ്ട് സൈഡിലും ഉയരമുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിന് നടുവിലൂടെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് കുറെ ദൂരം നിന്നും ഈ പുറകിൽ ഒരു 4 പേര് വരുന്നുണ്ട്. അപ്പോഴേക്കാണ് പെട്ടെന്ന് മുന്നിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. എല്ലാവരും നോക്കി നിൽക്കുമ്പോഴത്തേക്കും അത് ഈ ഒരു മരുഭൂമിയിലെ മണൽക്കാറ്റാണ്. അത് നല്ല വേഗതയിൽ അതിങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണിക്കുമ്പോൾ അതിൽ നിന്നും വേറെ എന്തൊക്കെയോ ഈ ഒരു മണലിലൂടെ പറന്നു വന്ന് അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ മുഖത്തും ശരീരത്തെല്ലാം കൊള്ളുമ്പോഴത്തേക്കും എല്ലാം നല്ലതുപോലെ മുറിയുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഒരു മണൽക്കാറ്റല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും തിരിച്ചോടാൻ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു മണൽക്കാറ്റ് എല്ലാവരുടെയും മുകളിലേക്ക് വന്ന് വെളിയിലേക്ക് ഇറങ്ങിയ എല്ലാ പാസഞ്ചേഴ്സും മരിക്കാണ്. ഇപ്പൊ ഈ ഒരു ബസ്സിന്റെ അടുത്തൊരു 4 പേര് വന്നല്ലോ, അവര് 4 പേരും മാത്രം നല്ല രീതിയിൽ പേടിച്ചിട്ട് തിരിച്ച് ആ ഒരു ബസ്സിനകത്തേക്ക് തന്നെ ഓടിക്കയറും. അപ്പൊ ഈ ഒരു ബസ്സിനകത്തുള്ളത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഈ ഒരു കണ്ണാടി, രണ്ടാമത് എഴുന്നേറ്റല്ലോ അവന്റെ പേര് ബോളിൻ. അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് ആ ഒരു ബസ് ഓടിക്കുന്നുണ്ട്, അവന്റെ പേര് ചെൻ. മറ്റൊരു മൊട്ടത്തലയുണ്ട്, അവന്റെ പേര് സാവോ. പിന്നെ പൊക്കം കുറഞ്ഞ മറ്റൊരാള്, അയാളുടെ പേര് ജോൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ. ഇവർ 5 പേരാണ് ഇപ്പൊ ഈ ഒരു ബസ്സിൽ ബാക്കിയുള്ളത്. അങ്ങനെ ഇവരായാലും ഈ ഒരു ബസ് ഓടിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു മണൽക്കാറ്റുണ്ടല്ലോ ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ബസ് നല്ല വേഗതയിൽ അവിടെ നിന്ന് ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ഈ ഒരു മരുഭൂമി പ്രദേശത്ത് പലയിടങ്ങളിലായിട്ട് ഒരു പ്രത്യേകതരം ക്രിയേച്ചർ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതേസമയം സാവോ ഉണ്ടല്ലോ മൊട്ട, അവനാണെങ്കിൽ ഈ ഒരു ബസ്സിൽ നിന്ന് ഒരു ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പാസ്വേഡ് അറിയത്തില്ല, അത് വേറെ ആരുടെ ഫോണാണ്. അതേസമയം തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിലോ അവന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യവും എല്ലാവരോടും പറയുന്നു. മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരി, അവളുടെ പേര് ഫാങ് എന്നാണ്. ഇപ്പോ വഴിയിൽ തകർന്നു കിടക്കുന്ന ഒരു വാൻ ഉണ്ട്, അതിനടുത്തേക്ക് ഇവരിങ്ങനെ വരികയാണ്. ആ ഒരു സമയത്ത് ഇവരുടെ പോലീസ് റേഡിയോ ഉണ്ടല്ലോ ഇതേപോലെ അടുത്ത് ഒരു ബാങ്ക് മോഷണം നടന്നിട്ടുണ്ട്, 3 കൊള്ളക്കാരാണ് പണം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളതെന്നും ഈ ഒരു റേഡിയോയിലൂടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അതെടുത്ത് അവൾ സംസാരിക്കുമ്പോഴത്തേക്കും അതിലൊരു അമ്മയാണ് വിളിക്കുന്നത്. അവരിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മകളെ ആരോ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, ഉടനെ തന്നെ അവർ ചോദിച്ച പണം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു അമ്മയും കരയുന്നുണ്ട്. ഇവിടെ ബസ്സിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് 5 പേർക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയത്തില്ലല്ലോ ഇവർ ആരാണെന്ന് പോലും, അവരുടെ പേര് പോലും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബസ്സിൽ ഒരു വലിയ ബാഗ് കിടക്കുന്നു, അതിനകത്താണെങ്കിൽ നിറയെ പണം. അപ്പൊ ഇതിൽ ആ ഒരു മൊട്ട സാവോ പറയും, ഓ ഇതെന്റെ ബാഗാണെന്ന് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ഇവർക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ട് ആരും അത് വിശ്വസിക്കത്തില്ല. അവർ പറയും എല്ലാവർക്കും ഓർമ്മ വന്നിട്ട് ഈ ഒരു ബാഗ് ആരുടേതാണെന്ന് നോക്കിയാൽ മതി എന്നും പറഞ്ഞ്. ഇപ്പൊ അതിൽ നമ്മുടെ ചെന്നുണ്ടല്ലോ അവൻ ഇപ്പോൾ ഈ ഒരു ബസ്സിനകത്തേക്ക് കയറിയിട്ട് നല്ല ദാഹമുണ്ട്, അതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ബാഗിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടുന്നു. അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോൾ
അതിൽ ജൂൺ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ പെട്ടെന്ന് ആ ഒരു കുപ്പിയും വെള്ളവും എടുക്കാൻ ശ്രമിച്ചിട്ട് ഇവര് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ്. ആ ഒരു സമയത്തിന് നമ്മുടെ മുട്ടയായാലും വന്നിട്ട് ആ ഒരു വെള്ളം പിടിച്ചു പറിച്ചിങ്ങനെ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ തെറിച്ച് ബോളിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് വീഴുന്നതും അവനതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരും ഷൂട്ട് ചെയ്യുന്ന ശബ്ദം വേറെ ആരുമല്ല നമ്മുടെ മുട്ടയാണ്. മുട്ടയ്ക്ക് ഒരു തോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനല്ലാതെ ആ ഒരു വെള്ളം ആരും കുടിച്ചു പോരുതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു ബസിന്റെ പുറകിൽ നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു. എല്ലാവരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു പെൺകുട്ടിയാണ്. അവൾ ഒറ്റയ്ക്ക് ഈ ഒരു ബസ്സിന് പുറകിൽ പെട്ടുപോയി. ഇപ്പോഴാണ് ബോധം വന്നത്. അവൾക്കും അവൾ ആരാണെന്നുള്ള കാര്യം അറിയത്തില്ല. ഇവരെ പോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ പേര് ലില്ലി എന്നാണ്. അങ്ങനെ ഇവളിരുന്ന് കരയുന്ന കാണുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു കുപ്പിയും വെള്ളം ഉണ്ടല്ലോ അത് ലില്ലിക്ക് കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കാണ്. അവളാണെങ്കിൽ ആ ഒരു വെള്ളം മുഴുവനായിട്ട് കുടിച്ച് തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു പെൺകുട്ടിയാണ് നേരത്തെ ഒരമ്മ ഫാങ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അവരുടെ മകളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ ലില്ലിയാണ് തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. ലില്ലിയുടെ അമ്മയാണ് ഫാങ്ങിനെ വിളിച്ച് പരാതി പറഞ്ഞത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നെല്ലാം ആലോചിച്ച് ആകെ ഭ്രാന്ത് എടുത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ആ ഒരു മുട്ടയ്ക്കാണെങ്കിലും ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ ഒരു തോക്കുണ്ട്. ഇത് കാരണം അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അടങ്ങി ഒതുങ്ങി നിൽക്കണം ഇതെല്ലാം പറഞ്ഞിട്ട് ആ ഒരു തോക്ക് അവന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവരെല്ലാവരും തീരുമാനിക്കുന്നത്, ഓക്കെ ഈ ഒരു ബസ്സും കൊണ്ട് ഇവർക്ക് ഒരുപാട് ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് ഒന്നുകൂടി കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഫ്യൂവൽ കുറച്ചുകൂടി ബാക്കി നിൽക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് സീറ്റുകളെല്ലാം വലിച്ചിളക്കി കളഞ്ഞിട്ട് ഇവർ ആ ഒരു ബസ് കൊണ്ട് പോകുന്നു. ഇപ്പൊ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബസ് കുറെ ദൂരം ഓടിയിട്ട് ഇപ്പൊ രാത്രിയായി. അങ്ങനെ ഒരു ബസ് ഒരിടത്തേക്ക് കൊണ്ട് നിർത്തുമ്പോഴത്തേക്കാണ് കുറച്ച് മുന്നിലായിട്ട് ഒരു കുഴിയിൽ വെള്ളം കിടക്കുന്നു. ഇത് കണ്ട് എല്ലാവരും താഴേക്കിറങ്ങി ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലില്ലിക്കായാലും കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നും എന്തോ അലറുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് പെട്ടെന്ന് അതിൽ ജൂൺ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ അയാളെ എന്തോ ഒരു ജീവി അറ്റാക്ക് ചെയ്തങ്ങ് എടുത്തോണ്ട് പോവാണ്. ഇവർക്കാർക്കും ഇത് പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ട് തന്നെ ആരും നല്ലതുപോലെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് പ്രത്യേകം നമ്മുടെ ലില്ലിയെ പൊക്കിയെടുത്ത് നേരെ ബസ്സിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വെളിയിൽ നമ്മുടെ ജൂൺ ഉണ്ടല്ലോ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു ബസ്സിനടുത്തേക്ക് വന്നു. ഇപ്പോഴും അയാളെ ആ ഒരു ജീവി കടിച്ചു വലിക്കുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ ലില്ലിയെ നല്ലതുപോലെ പേടിച്ചിട്ട് ഇവരെല്ലാവരെയും ഡാഡി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പേടിയിൽ അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇവരെല്ലാവരും ജൂണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. ആ ഒരു സമയത്ത് ബസ്സിന് വെളിയിൽ നിൽക്കുന്നത് നമ്മുടെ കണ്ണാടി. കാരണം ലില്ലിയെ സംരക്ഷിക്കണം, അവള് ബസ്സിനകത്താണ്. അപ്പോഴേക്കാണ് നമ്മുടെ ജൂൺ ബസ്സിനടിയിൽ നിന്നും ബോളിന്റെ കാലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അവൻ എവിടെ പോയിട്ടില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയുമ്പോൾ അവരെല്ലാവരും ഇപ്പൊ തിരിച്ച് ബസ്സിനടുത്തേക്ക് തന്നെ വരികയാണ്. ആ ഒരു സമയത്ത് ഒരു ക്രീച്ചർ വന്നിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയെ അറ്റാക്ക് ചെയ്ത് അവനെ കടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മൊട്ട പെട്ടെന്ന് അവന്റെ എല്ലാവരും തോക്കെടുത്ത് ഈ ഒരു ജീവിയെ ഷൂട്ട് ചെയ്യുന്നു. അത് കാരണം അത് പേടിച്ചവിടെ നിന്ന് ഓടുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒരുപോലെ തന്നെ ഓടി ബസ്സിനകത്തേക്ക് കയറുകയും ചെയ്യാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജൂണിന് നല്ലതുപോലെ പരിക്കുപറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് അവൻ പറയുന്നത് ആ ഒരു ജീവിക്ക് വെള്ളം, തീ, വായു ഇതൊന്നും വലിയ രീതിയിൽ പിടിക്കത്തില്ല എന്നുള്ള കാര്യം ഇവരോട് പറയുന്നുണ്ട്. ഓക്കെ എന്തായാലും നമ്മുടെ ജൂണിനെ രക്ഷപ്പെടുത്തിയല്ലോ. ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ചെൻ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് ബസ്സിന്റെ ഫ്യൂവല് ഏകദേശം തീരാറായി, ഇനി അധിക ദൂരം ഇവർക്ക് ഈ ഒരു ബസ് കൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഈ ഒരു ബസ്സിൽ തന്നെ താമസിക്കാം, നാളെ എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിട്ട് നമ്മുടെ ലില്ലിക്കാണെങ്കിൽ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല വെള്ളം സൂക്ഷിച്ചു വെച്ചോ, ജൂൺ അങ്കിളിനെ നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടാവും, അതുപോലെ ജൂണിനാണെങ്കിൽ പരിക്കം പറ്റിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജൂണിന് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു വെള്ളം മാറ്റി വെക്കാനായിട്ട് അവൾ പറയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഹീറോ ലില്ലിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഇതിനു മുന്നേ സംഭവിച്ചത് എന്താണെന്ന് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. ആ ഒരു സമയത്ത് ഇവരെല്ലാവരും ഈ ഒരു ബസ്സിലിരിക്കുകയാണല്ലോ, പക്ഷെ ഇവരാരും ശ്രദ്ധിക്കാതെ ഈ ഒരു ബസ്സിന് വെളിയിൽ ആ ഒരു മരുഭൂമി പ്രദേശത്ത് ഒരു തിളങ്ങുന്ന വലിയൊരു സർക്കിൾ ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട്. അത് കുറേ നേരം അവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നു, പക്ഷെ അത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കുറെ കഴിഞ്ഞ് അതങ്ങ് അപ്രത്യക്ഷമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ ലില്ലിയുടെ അമ്മയുണ്ടല്ലോ അവരാണെങ്കിൽ ഇപ്പൊ മറ്റൊരിടത്തിരുന്നിട്ട് വേറെ ഒന്നുമല്ല ആ ഒരു ലില്ലിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു കിഡ്നാപ്പർ പറഞ്ഞ സ്ഥലത്തേക്ക് പണമായിട്ട് വന്നിട്ട് അവനെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണവും ഇല്ല. അതുപോലെ ഈ ഒരു സ്ഥലത്താണെങ്കിൽ പോലീസും ഒരുപാട് നേരമായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ ആ ഒരു മരുഭൂമിയിൽ ഇവരെല്ലാവരും അടുത്ത ദിവസം ആവുന്നതും വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ലില്ലി മാത്രം കുറെ ദൂരെയായിട്ട് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ അവിടെ എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവർ 5 പേരും ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലില്ലി അടുത്ത് കാണാത്തപ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ ലില്ലി കുറെ ദൂരെ നിൽക്കല്ലേ. അപ്പൊ ഇവരായാലും പെട്ടെന്ന് ലില്ലി ഇവിടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത് ഹേയ് എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ചെവി വെച്ച് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ആ ഒരു മണൽക്കാറ്റുണ്ടല്ലോ അത് ഇവിടേക്ക് വരുന്നിട്ട് ഇതുകൂടിയാവുന്നതും നമ്മുടെ മൊട്ട ലില്ലിയെ വിളിക്കാൻ വേണ്ടി ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടി ഇങ്ങനെ കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവനങ്ങ് പൊട്ടിത്തെറിക്കുന്നു. സോറി അവനല്ല, അവൻ
ഈ മൈൻ ഉണ്ടല്ലോ അതിൽ ചവിട്ടിയിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ്. അവന് വലിയ രീതിയിൽ പരിക്ക് സംഭവിക്കത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ഹീറോ നേരെ ലില്ലിയുടെ അടുത്ത് ഓടി ചെല്ലും. അവിടെയാണ് ഒരു കാര്യം, ലില്ലി ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത് ഒരു ലാൻഡ് മൈനിലാണ്. അപ്പൊ ഇത് നമ്മുടെ ഹീറോ കണ്ടിട്ട് ഇനിയിപ്പോ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മണൽക്കാറ്റും നല്ല വേഗതയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ആ ഒരു മൈനിനുള്ളിലേക്ക് അങ്ങനെ വെച്ചിട്ട് അവളോട് കാലെടുക്കാൻ പറയും. അപ്പോൾ ലില്ലി ആ ഒരു കാലെടുക്കുന്നതും ഈ ഒരു മണൽക്കാറ്റും അടുത്തെത്താറായി. അപ്പോഴേക്കും നമ്മുടെ ജോൺ ഉണ്ടല്ലോ അയാൾ വന്നിട്ട് ലില്ലിയെ പിടിച്ച് ബസ്സിനടുത്തേക്ക് കൊണ്ടുപോകണം. അവളാണെങ്കിൽ വരുന്നില്ല, കാരണം ഹീറോ അവിടെ ഇരിക്കല്ലേ. അങ്ങനെ ഇവരെല്ലാവരും ഓടി ബസ്സിനടുത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇനി വേറെ വഴിയില്ല. അതുകൊണ്ട് പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് കൈയെടുത്ത് ചാടി വീഴുമ്പോഴത്തേക്കാണ് അത് പൊട്ടുന്നില്ല. ഓക്കെ, രക്ഷപ്പെട്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും തിരിച്ചിങ്ങനെ ഓടുന്നു. ബാക്കി എല്ലാവരും ബസ്സിനകത്തേക്ക് ഓടി കയറിയിട്ട് ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഹീറോ നല്ല വേഗത്തിൽ ഓടി വരികയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ ഒരു മണൽക്കാറ്റ് വന്ന് മൊത്തത്തിൽ അടിച്ച് ഇപ്പൊ ഹീറോയെ കാണാനില്ല. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഈ ഒരു മണൽക്കാറ്റെല്ലാം പോയതിനു ശേഷം നമ്മുടെ ലില്ലി ആയാലും നല്ലതുപോലെ കരയുന്നുണ്ട്, കാരണം ഹീറോയെ കാണാനില്ലല്ലോ. അങ്ങനെ എല്ലാവരും വിഷമിച്ച് ബസ്സിന്റെ വെളിയിലേക്ക് വന്നിരുന്നിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ ഒരു ലഗേജ് എല്ലാം വെക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അവൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലായിരുന്നു. അതേസമയം ജാവ എന്ന് പറഞ്ഞ അയാൾക്കാണെങ്കിലോ അയാളുടെ മുറിവും കാര്യങ്ങളൊക്കെ ഇപ്പൊ പതിയെ പതിയെ ഉണങ്ങിയിട്ട് ശരിയാവുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മണൽക്കാറ്റ് പോയതിനു ശേഷം കുറെ ദൂരെയായിട്ട് ഇവരൊരു സ്ഥലം കാണുന്നുണ്ട്. അതിനകത്ത് ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവിടേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനം എടുക്കുന്നു. ഇവിടെ ഫാങ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരി കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ലില്ലിയുടെ അമ്മ നടന്ന കാര്യം എന്താണെന്ന് പറയാണ്. അവളുടെ അച്ഛനാണെങ്കിലും ജോലിക്ക് വേണ്ടി വേറെ ഏതൊരു സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് അവളുടെ ജന്മനാളിന്റെ അന്ന് തിരിച്ചു വരാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനു മുന്നെയാണ് ലില്ലിയെ കാണാതായത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരും നല്ലതുപോലെ കരയാണ്. അതേസമയം ഇവിടെയാണെങ്കിലോ ഇവരെല്ലാവരും നമ്മുടെ ലില്ലിയനെയും കൂട്ടിയിട്ട് ആ ഒരു വലിയ മലയുണ്ട് അതിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു വലിയ ബങ്കറാണ്. അതിനുള്ളിലേക്ക് കയറേണ്ടി പോകുന്ന വഴിക്കെല്ലാം പലയിടങ്ങളിലായിട്ട് അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലില്ലിക്ക് നല്ലതുപോലെ പേടിയായിട്ട് ഇവര് ലില്ലിയെ എടുത്ത് ഒരു വിധത്തിൽ ആ ഒരു ബങ്കറിനകത്തേക്ക് കയറും. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവര് ഒരു ബ്രിട്ടീഷ് ഫ്ലാഗ് കാണുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആയുധങ്ങൾ, ഈ ഒരു പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന യൂണിഫോം ഇതെല്ലാം കാണുന്നുണ്ട്. അതേസമയം ആ ഒരു ബങ്കറിനകത്ത് മറ്റൊരു റൂമിനകത്തേക്ക് പോകാനായിട്ടുള്ള ചെറിയൊരു ഹോള് ഇവർ കാണുന്നുണ്ട്. സെൽഫോണിന്റെ ലൈറ്റ് വെച്ചിട്ട് ഇവർ അതെല്ലാം ഇങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ഈ ഒരു ക്യാനിൽ അടച്ച ഫുഡ് ഉണ്ടല്ലോ ഒരുപാട് വർഷം കേടാവാതെ വെച്ചിരിക്കുന്ന ആ ഒരു ഫുഡ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിലൊരു ഫുഡ് എല്ലാവർക്കും എടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവരത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ള, അത് 1970 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഫുഡാണിത്. അപ്പോഴാണ് ഇവർ ആ ഒരു സ്ഥലം തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നത്. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള തോക്കുകളും അതേപോലെ തന്നെ യൂണിഫോമാണിത്. അപ്പൊ ഈ ഒരു ബ്രിട്ടീഷ് പട്ടാളം എങ്ങനെ ചൈനയിലേക്ക് വരും? ഇവർക്ക് ആ ഒരു സംശയം നല്ലതുപോലെ തന്നെയുണ്ട്. അപ്പോഴേക്ക് ഇത് കണ്ടിട്ട് നമ്മുടെ ബോളിൻ പറയും, ഇനിയിപ്പോ നമ്മളെല്ലാവരും വേറെ ഏതെങ്കിലും രാജ്യത്താണോ? ആ ഒരു പട്ടാളക്കാർ പെട്ടെന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പേടി ഇവർക്കുണ്ട്. ഓക്കെ, എന്തായാലും കുറെ നേരം ഇതിനകത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ച് എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെന്നുണ്ടല്ലോ അവൻ ഇതിനകത്ത് നിന്നും ഒരു പെട്രോൾ ക്യാൻ ഇങ്ങനെ കണ്ടുപിടിക്കാണ്. ഓക്കെ, ഇതെന്തായാലും കൊണ്ടുപോയിട്ട് ബസ്സിലേക്ക് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെൻ, ഹീറോ അതേപോലെ തന്നെ ബോളിൻ ഇവര് മൂന്നുപേരും ബസ്സിന്റെ അടുത്തേക്ക് പോകും. ഇതിനകത്താണെങ്കിൽ നമ്മുടെ ലില്ലി, മൊട്ട, ജോൺ ഇവര് മാത്രമേ ഉള്ളൂ. ഇവര് മൂന്നുപേരാണുള്ളത്. അതേസമയം വെളിയിൽ ഇവര് മൂന്നുപേരും വന്നിട്ട് ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന്റെ ടയർ മണലിനുള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പൊ എന്തായാലും അത് പുറത്തെടുക്കണമല്ലോ. അങ്ങനെ ഇവരായാലും പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ കുഴിയെടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു പഴയ പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റും അതേപോലെ തന്നെ അതിനകത്തുനിന്ന് വേറെന്തോ ഒരു പൊതിയും കിട്ടുന്നു. അതെടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഈ പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന ഡയറി മറ്റു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ ബോർഡിന് മാത്രം ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവർക്ക് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതിലൊരു പട്ടാളക്കാരൻ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരെല്ലാവരും യുദ്ധം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ചുറ്റും വലിയ രീതിയിൽ പുക തന്നെ ഉണ്ടായി. ആ ഒരു പുക കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ഒരു മരുഭൂമിയിലായിരുന്നു. അതേപോലെ തന്നെ ആർക്കും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് അവരുടെ ഓർമ്മയെല്ലാം തിരിച്ചു വന്നത്. അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം അവര് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ആ ഒരു സ്ഥലത്ത് നടന്നെന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ കാണാതായി. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, അവർ നിന്നിരുന്ന ആ ഒരു സ്ഥലം ഒരിക്കലും ഭൂമിയിൽ ഉണ്ടായിരുന്നതല്ല എന്നും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ഇവരും ഇപ്പൊ നിൽക്കുന്നത് അതേ മരുഭൂമിയിൽ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും ഭൂമിയിലുള്ള സ്ഥലമല്ല. അതേസമയം ഈ ഒരു ബങ്കറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലില്ലി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൊട്ട അവളുടെ വായകം മൂടുന്നു. എന്താണെന്ന് വെച്ചാല് വെളിയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കാണിക്കുമ്പോൾ ഈ ഒരു ബങ്കറിനകത്തേക്ക് ഇതിനകത്തുള്ള ഒരു ക്രീച്ചർ, അതൊരു ഏലിയൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറെ ഏതോ ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ ഏലിയൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ഏലിയൻ ഇപ്പോൾ അകത്തേക്ക് കയറി വരികയാണ്. ആദ്യം ഒരു മൂന്നുപേരും മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും അതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ജൂണിന് മനസ്സിലായി എന്തായാലും ഇതിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് കൊടുത്ത് ഇതിന്റെ നേർക്ക് വന്ന് അതിനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചാടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബുള്ളറ്റ് കൊള്ളുമ്പോഴത്തേക്കും അത് പേടിച്ച് മറ്റൊരു വശത്തേക്ക് ഓടി അങ്ങ് പോവാണ്. അതേസമയം വെളിയിലാണെങ്കിലോ ഇവർ ഈ ഒരു ഡയറി വായിച്ചോണ്ടിരിക്കല്ലേ, അതില്
ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു കാര്യം അവർ എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഒരു മരുഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗോളമുണ്ട്. അതുവഴി മാത്രമേ ഇവർക്ക് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാവും എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വേറെ ഒന്നുമല്ല, അതൊരു പോർട്ടലാണ്. അങ്ങനെ ഇവരതെല്ലാം കണ്ണോട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ബങ്കറിന് മുന്നിലായിട്ട് 2 ഏലിയൻസ് ഒന്നിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഇവർ ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യും. ബസ് ഇപ്പോൾ ആ ഒരു സ്റ്റക്കായി നിന്നല്ലോ, അതിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഈ ഒരു ബസ് ഓടി പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഏലിയൻസ് എല്ലാം ഇവരുടെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇവരാരും നല്ല വേഗതയിൽ ഓടിച്ചു പോകുന്നു. ആ ഒരു സമയത്ത് ഇതിലെ ഒരു ഏലിയൻ ചാടി ആ ഒരു ബസ്സിനകത്തേക്ക് കയറിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ ആ ഒരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പേടി കാരണം അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്നിട്ട് വീണ്ടും ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ചെന്നുണ്ടല്ലോ, അവൻ കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു പോർട്ടൽ കാണും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനുള്ളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് വണ്ടി തിരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അപ്പോൾ ലില്ലി, നമ്മുടെ മൊട്ട ജോൺ ഇവരെല്ലാം രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ബങ്കറിന് വെളിയിൽ ഒരുപാട് ഏലിയൻസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെൻ പറയും അവരെല്ലാവരും മരിച്ചു കാണും, ഇനിയിപ്പോൾ അവരെ നോക്കി നമുക്ക് നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറയുന്നതും അതേപോലെ തന്നെ ആ ഒരു സോൾജറിന്റെ ഡയറിയിൽ എഴുതിയിരുന്ന കാര്യം കണ്ടിരുന്നല്ലേ, അതേപോലെ തന്നെ ആ ഒരു സോൾജറിന്റെ ഡയറിയിൽ എഴുതിയ കാര്യം കണ്ടില്ലേ, കുറെ കഴിയുമ്പോൾ ആ ഒരു പോർട്ടൽ എന്തായാലും മാഞ്ഞു പോവും, അതിനു മുന്നേ നമുക്ക് അതിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ചെന്നിപ്പോ സ്വാർത്ഥത കാണിക്കുകയാണ്. കാരണം അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹീറോയും ബോളിനും ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവളുടെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഇവർക്ക് എല്ലാവർക്കും തിരിച്ചുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ ചെന്നിനോട് ബോളിൻ പറയുന്നുണ്ട്. നമ്മളെ എല്ലാവരും ആരാണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല, പക്ഷെ എല്ലാവരും അവൾ ഡാഡി എന്നാണ് വിളിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ബോളിനും മാത്രം ഈ ഒരു ബസ്സിൽ നിന്നിറങ്ങി നമ്മുടെ ലില്ലിയെ രക്ഷിക്കാനായിട്ട് ആ ഒരു ബങ്കറിനടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതേസമയം ബങ്കറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഏലിയൻസ് എല്ലാം ഇതിനകത്തേക്ക് കയറി വരികയാണ്. ഇവരെ കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ മൊട്ട ജൂണിനോടും ലില്ലിയോടും അടുത്തുള്ള ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അതിനുള്ളിലൂടെ അകത്തേക്ക് കയറി ഇരിക്കാൻ പറയും. കാരണം നമ്മുടെ മൊട്ടയ്ക്ക് കാലിന് നല്ല പരിക്കുള്ളത് കൊണ്ട് തന്നെ അവന് അനങ്ങാൻ കഴിയത്തില്ല. എന്നിട്ട് അവൻ ആ ഒരു തോക്കെടുത്ത് ഇതിനെ നല്ലതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഏലിയൻ അവന്റെ അടുത്തേക്ക് തന്നെ നടന്നു വരുന്നു. ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവൻ തന്നെ അടുത്തുള്ളൊരു ഗ്രനേഡ് ഉണ്ട്, അതെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നതും ആ ഒരു സ്ഥലം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മൊട്ട മരിച്ചു. പക്ഷെ അതിനകത്ത് ഒളിച്ചിരുന്ന നമ്മുടെ ലില്ലിയും ജോണും ഇവർ രണ്ടുപേരും മരിച്ചിട്ടില്ല. അതേസമയം വെളിയിലേക്ക് വരുന്ന നമ്മുടെ ഹീറോയും ബോളിനും ഇതിനകത്ത് ഈ ഒരു പൊട്ടിത്തെറിയുണ്ടല്ലോ അത് കാരണം അവർ രണ്ടുപേരും മരിച്ചെന്ന് വിശ്വസിക്കുന്ന ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലില്ലി ആ ഒരു മൊട്ട മരിച്ചത് കൊണ്ട് തന്നെ നല്ലതുപോലെ കരയുന്നുണ്ട്. അതുമല്ല ഇവർക്ക് ഇനിയിപ്പോൾ രക്ഷപ്പെടണമല്ലോ. അതുമല്ല ഒരു ഏലിയൻസ് ആണെങ്കിൽ അതിനകത്ത് അതിന്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം മരിച്ചത് കൊണ്ട് തന്നെ അതിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ലില്ലിയും ജോണും പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ജോൺ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അവൻ ഈ ഒരു ബസ്സിനകത്തേക്ക് കയറിയിട്ട് ഒരു ബോക്സ് ഉണ്ട് ചുവന്ന കളറിലുള്ള, അതെടുത്ത് അവന്റെ സീറ്റിനടിയിലേക്ക് വെച്ച് സീറ്റിൽ വന്നിരിക്കുമ്പോൾ ആദ്യം ഈ ഒരു ബസ്സിനകത്ത് അലറി വിളിച്ചത് സ്ത്രീ ഉണ്ടല്ലോ, അവർ ഈ ഒരു ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു. അതേസമയം തന്നെ അടുത്ത് നമ്മുടെ ലില്ലി ഇരിപ്പുണ്ട്. ലില്ലിയുടെ അടുത്താണെങ്കിൽ ചെന്നു ഇരിപ്പുണ്ട്. ഇപ്പൊ ചെൻ ഫോണിൽ ആരെയെ വിളിച്ചിട്ട് ഹേയ് ഞാൻ കുട്ടിയെ കടത്തിയിട്ടുണ്ട്, ഇവളുടെ അച്ഛനാണെങ്കിൽ നല്ല പണക്കാരനാണെന്ന് തോന്നുന്നു, നല്ല പൈസ കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ചെന്നിന്റെ കാമുകീനെയും അവൻ വിളിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അവളും പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവന് പണം വേണം. അതുകൊണ്ടാണ് നമ്മുടെ ലില്ലിയെ അവളുടെ അച്ഛനെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ചെൻ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ലില്ലിയെല്ലാം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എത്തും മോളെ എന്നും പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഒരു പോലീസുകാരൻ അകത്തേക്കായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആണ്. അവനൊരു പോലീസുകാരനായിരുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവൻ ഓരോരുത്തരുടെ ID ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ജോൺ ഉണ്ടല്ലോ അയാളുടെ ആ ഒരു പെട്ടി അതെന്താണെന്ന് തുറന്നു കാണിക്കാൻ പറയുമ്പോഴത്തേക്കും അയാൾ അത് തുറന്നു കാണിക്കുമ്പോൾ ആ ഒരു പെട്ടിക്കകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, അയാളൊരു സാധാരണ പാസഞ്ചർ തന്നെയാണ്. അപ്പോഴേക്കാണ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പെട്ടിയുടെ അടിയിലായിട്ട് കുറച്ച് രക്തം ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുറകിലിരിക്കുന്ന ആളുടെ ദേഹത്ത് നിന്നാണ് രക്തം വരുന്നത് എന്ന് മനസ്സിലാക്കി പുറകിലിരിക്കുന്ന ആ ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതും അവൻ വേറെ ആരുമല്ല, ആ ഒരു പോലീസുകാരി വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കും 3 കള്ളന്മാര് ബാങ്ക് കൊള്ളയടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിലൊരു കള്ളനാണത്. അങ്ങനെ ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് അവന്റെ നെറുകിനെ ചൂണ്ടുമ്പോഴത്തേക്കും പുറകിലൂടെ നമ്മുടെ ബോളിനെ എഴുന്നേറ്റിട്ട് ഹീറോയുടെ തലയിലേക്ക് തോക്ക് വയ്ക്കുന്നു. അപ്പോൾ ബോളിനും ഇവന്റെ കൂട്ടാളിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മൊട്ടയും. അപ്പോൾ നമ്മുടെ മൊട്ട, ബോളിൻ, പിന്നെ ആ ഒരുത്തൻ, ഇവര് 3 പേരാണ് ബാങ്ക് കൊള്ളയടിച്ചിട്ട് വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെന്നാണെങ്കിലോ ലില്ലിയെ കടത്തിക്കൊണ്ട് പോവായിരുന്നു. അപ്പോൾ ബോളിനായാലും ഈ ഒരു കൂട്ടത്തിലിരിക്കുന്ന ഒരു പാസഞ്ചറിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൊല്ലുമെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു പരിക്ക് പറ്റിയവനെ ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി നമ്മുടെ ഹീറോയുടെ കയ്യിൽ വിലങ്ങ് വിട്ടിട്ട് ഈ ഒരു ബസ്സും കൊണ്ട് വീണ്ടും അവിടെ നിന്ന് പോവാണ് അവര്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനു മുന്നേ സംഭവിച്ചത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ജോൺ ലില്ലിയും കൊണ്ട് ആ ഒരു ബങ്കറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു ഏലിയൻസ് ആണെങ്കിൽ അവരുടെ പുറകെ തന്നെയുണ്ട്. ആ ഒരു സമയത്ത് ഇതിലൊരു ഏലിയൻ ചാടി വന്നിട്ട് നമ്മുടെ ജോണിനെ പിടിച്ച് താഴേക്കിട്ട് അവനെ കടിക്കുമ്പോഴത്തേക്കും ലില്ലി താഴെ വീണ് നല്ലതുപോലെ കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയും ബോളിനും പെട്ടെന്ന് അവിടേക്ക് വന്ന് തോക്കെടുത്ത് ഈ ഒരു ഏലിയൻസിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ ഓടി വന്ന് ജൂണിനെ രക്ഷപ്പെടുത്തി നമ്മുടെ ലില്ലിയും ഹീറോയും ജൂണിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാണ്. അതേസമയം ബോളിലാണെങ്കിലോ ഈ ഒരു ഏലിയൻസിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. എന്നിരുന്നാലും അവൻ ഒരു വിധത്തിൽ അതെല്ലാം മാനേജ് ചെയ്ത്
ഇവരെല്ലാവരും അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ബോളിന് ഹീറോയും മുന്നേ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ഇവർക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല, കാരണം അത് 3 ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിക്കാൻ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ബസ് കൊണ്ടുവന്ന് ഇതിനെ ഓരോന്നിനായിട്ട് ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെന്നിനെ അവന്റെ മനസ്സ് മാറിയിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് അവനും തോക്കെടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ഏലിയൻസിനെ ഷൂട്ട് ചെയ്തിട്ട് ഇവരോട് ബസ്സിനകത്തേക്ക് ഓടി കയറാൻ പറയും. അപ്പോൾ എല്ലാവരും ഓടി കയറുമ്പോഴത്തേക്കും നമ്മുടെ ജൂൺ ഉണ്ടല്ലോ, അവൻ മാത്രം വെളിയിലായിപ്പോയി. അവനെ ഇപ്പൊ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ലില്ലി പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ബോളിൻ, പക്ഷെ അവളാണെങ്കിൽ ഒരു വിധത്തിൽ അടങ്ങി നിൽക്കുന്നില്ല. ഇപ്പൊ അവള് ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബോളിൻ അവളുടെ കയ്യിൽ ഒരു വിലം കിട്ടു വെച്ചിട്ട് അവളിപ്പോ അവിടെ നിന്ന് അനങ്ങത്തില്ല. അങ്ങനെ നമ്മുടെ ജൂണിനെ എന്തായാലും ആ ഒരു ഏലിയൻ കൊന്നതും മനസ്സിലായി. അതേസമയം ഇവർ ഈ ഒരു ബസ് ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കില് ഇവർ ആ ഒരു ബസ്സും കൊണ്ട് നമ്മുടെ ബോളിൻ ആ ഒരു ഡ്രൈവറോട് ബസ് ഓടിക്കാൻ പറഞ്ഞിട്ട് ബസ്സും കൊണ്ട് പോകുമ്പോഴത്തേക്കും പുറകെ തന്നെ 2 പോലീസ് വണ്ടികൾ വരുന്നുണ്ട്. അതുമല്ല ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണെങ്കിൽ പരിക്ക് പറ്റിയിട്ട് ബസ്സിനകത്ത് ഇരിക്കുകയാണല്ലോ. അപ്പോഴേക്കാണ് പുറകിൽ വരുന്ന ഒരു പോലീസ് വണ്ടി നമ്മുടെ ബോളിൻ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഷൂട്ട് ചെയ്ത് ആ ഒരു കാറങ്ങ് തകർക്കുന്നതും അതിന്റെ നിയന്ത്രണം വിട്ട് ഒരിടത്തേക്ക് ഇടിച്ചങ്ങ് കിടക്കാണ്. ഇപ്പൊ ഇവരുടെ പുറകെ മറ്റൊരു പോലീസ് വണ്ടി പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ബസ് ഓടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ അവസാനം ഒരു ടണലിനുള്ളിലേക്ക് കയറുന്നു. പക്ഷെ ഈ ഒരു ടണലിന്റെ മറുവശത്ത് പോലീസുകാർ ഒരുപാട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ പോലീസുകാരെല്ലാവരും ഇതിനകത്തുള്ള ക്രിമിനൽസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോളിൻ, മൊട്ട, അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള വേറൊരുത്തനും ഇവർ 3 പേര് കുറച്ച് നാൾ ജയിലിൽ കടന്നിട്ടാണ് ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി ഒരു മോഷണം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ബസ്സിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ബോളിൻ ഇവരെല്ലാവരെയും ആ തോക്ക് മുനയിൽ എല്ലാവരോടും അടങ്ങിയിരിക്കാൻ പറയാണ്. അതുമല്ല ആ ഒരു ബസ്സിലാണ് നമ്മുടെ ചെന്നും വന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ ചെന്നിനെ അങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ബസ്സിന് വെളിയിലേക്ക് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്ത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അകത്ത് നമ്മുടെ ഹീറോ ഈ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ കൂടെയുള്ള ആ ഒരു കൂട്ടാളി ഉണ്ടല്ലോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പൊ ഇവനാണ് ആ ഒരു ബുള്ളറ്റ് കൊണ്ട് നേരെ ഈ ഒരു ബസ്സിന്റെ ഡോറിനടുത്ത് കിടന്നല്ലോ ആ ഒരുത്തൻ. അങ്ങനെ ബസ്സാണെങ്കിലും ഈ ഒരു ടണലിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഈ ഒരു ബസ് എന്തിനോ ഉള്ളിലൂടെ കയറിയതുപോലെ ഈ ബസ്സിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് തലവേദന എടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബസ് ആ ഒരു മരുഭൂമിയിൽ എത്തിയതും പിന്നീട് ഇവരെല്ലാവരും അവിടെ വെച്ച് കണ്ണു തുറന്നതും പിന്നീട് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പോർട്ടൽ വഴി ഈ ഒരു ബസ് മറ്റൊരു ലോകത്തേക്ക് എത്തിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ചെന്നാണെങ്കിൽ ആ ഒരു പോർട്ടല് അടയാറായി. അതിനു മുന്നേ തന്നെ ഈ ഒരു ബസ് നല്ല സ്പീഡിന് ആ ഒരു പോർട്ടലിനകത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ ഒരു ഏലിയൻ അതിന്റെ കൂടെയുള്ള മറ്റൊരു ഏലിയൻ മരിച്ചതുകൊണ്ട് ഇവരുടെ പിറകെ വന്ന് പെട്ടെന്ന് ആ ഒരു ബസ്സിന് മുകളിലേക്ക് ചാടിക്കയറിയിട്ട് നമ്മുടെ ലില്ലിയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ ലില്ലിക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല, കാരണം അവളുടെ കൈ വിലങ്ങിട്ട് വെച്ചേക്കല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ബോളിന് എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അവളുടെ വിലം കഴിച്ചിട്ട് ഇവൻ പെട്ടെന്ന് ചാടി വന്ന ആ ഒരു ഏലിയനെ പിടിച്ച് ബസ്സിന് വെളിയിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ താഴെ വീഴുമ്പോഴത്തേക്കാണ് ബോളിൻ മനസ്സിലാക്കുന്നത് അവൻ ഇതിനു മുന്നേ ആരാണെന്നുള്ള കാര്യം. അവൻ അപ്പൊ തന്നെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ഈ ഒരു ബസ് കുറെ ദൂരം പോയി. അപ്പോ ഹീറോ പെട്ടെന്ന് ഹേയ് ബസ് നിർത്തുന്നു പറഞ്ഞിട്ട് ചെന്നോട് പറയുമ്പോഴത്തേക്കും ചെൻ പറയും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു ഏലിയൻസ് നമ്മളെയും കൂടി കൊല്ലും. അതുപോലെ ബസ്സിനകത്ത് ലില്ലിയുണ്ട്, അവളെ എങ്ങനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും 2 ഏലിയൻസ് പെട്ടെന്ന് ആ ഒരു ബസ്സിനകത്തേക്ക് ചാടി കയറും. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് നേരെ ആ ഒരു ഏലിയൻസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തില് ആ ഒരു ഏലിയൻ നമ്മുടെ ഹീറോയുടെ തോളിലേക്ക് കടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ട് നമ്മുടെ ലില്ലിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിലോ ആ ഒരു കുപ്പിയെടുത്ത് ഏലിയന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ഏറ്. അപ്പോൾ ആ ഒരു ഏലിയൻ ലില്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ വീണ്ടും വന്ന് അതിനെ തടഞ്ഞ് ലില്ലിനെ ഒരു വിധത്തില് ആ ഒരു ഡ്രൈവർ സീറ്റിനടുത്തേക്ക് കൊണ്ടിരുത്തും. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അതും കൊണ്ടുവന്ന് ഈ ഒരു ഏലിയനോട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കത്തിയെ വെച്ചിട്ട് 1-2 ഏലിയൻസിനെ അവൻ കൊല്ലുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതിനെ കൊല്ലാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു ഏലിയനോട് കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ചെന്നായാലും ആ ഒരു കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. അവന് നല്ല വിഷമമാണ്, ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ ഹീറോ ഒരുപാട് നേരം ആ ഒരു ഏലിയനോട് ഫൈറ്റ് ചെയ്ത് ഒരെണ്ണത്തിനെ കൊന്നു. പക്ഷേ അധിക നേരം അവനെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഹീറോയും അവിടെ വെച്ച് മരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ലില്ലിയും ചെന്നും മാത്രം. കൂടാതെ ആ ഒരു ബസ്സിനകത്ത് ഒരു ഏലിയനും കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ലില്ലി ആണെങ്കിലും അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെന്നിനും ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ ഈ ഒരു പോർട്ടൽ എത്താറായി. ആ ഒരു ഏലിയൻ ആയാലും നമ്മുടെ ലില്ലിയുടെ അടുത്തേക്ക് ചാടി വരുന്നതും ചെൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് ആ ഒരു ഏലിയനെ പിടിച്ച് ബസ്സിന് വെളിയിലേക്ക് വന്ന് വീഴുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ബസ് നമ്മുടെ ലില്ലിയായിട്ട് നേരെ ആ ഒരു പോർട്ടലിനുള്ളിലേക്ക് കയറിപ്പോവാണ്. പെട്ടെന്ന് ലില്ലിക്ക് തലയെല്ലാം വേദന എടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു ടണലിന് വെളിയിൽ ഇപ്പോഴും പോലീസുകാർ കാത്തിരിക്കുകയാണല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ ലില്ലി മാത്രമുള്ള ആ ഒരു ബസ് ടണലിന് വെളിയിലേക്ക് വരുന്നു. എല്ലാവരും ആ ഒരു ബസ്സിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കി ആരെയും കാണുന്നില്ല. കാരണം നമ്മുടെ ലില്ലിയെ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും മരണപ്പെടുകയാണ് ചെയ്തത്. അവസാനം നമ്മുടെ ചെൻ ഉൾപ്പെടെ. സത്യത്തിൽ അവന്റെ സ്വാർത്ഥ സ്വഭാവം കാരണം അവനും വേണമെങ്കിൽ ലില്ലിയെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷെ എന്തോ അവന്റെ നല്ല മനസ്സ് കാരണം നമ്മുടെ ലില്ലി രക്ഷപ്പെട്ടു. അതുപോലെ ഈ ഒരു പോർട്ടലിനകത്ത് കയറിയ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം ഭൂമിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പോലീസുകാർ കുറെ നേരമായിട്ട് ഇവിടെ ഇരുന്നിട്ടും ഇവിടെ ആ ഒരു മറ്റൊരു ലോകത്ത് കാണിക്കുമ്പോഴത്തേക്കും 1-2 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എന്നിട്ടാണ് ഇവരിപ്പോ ഇവിടേക്ക് എത്തിയത്. അപ്പോ അവിടെ 2-3 വർഷമാണെങ്കിൽ അത് ഭൂമിയുടെ കണക്ക് വെച്ചിട്ട് കുറച്ച് നേരമായിരിക്കാം.
അങ്ങനെയായിരിക്കാം, അതിൽ വ്യക്തമായിട്ട് ഈ ഒരു മൂവിയിൽ പറയുന്നില്ല. എന്തായാലും നമ്മുടെ ലില്ലിയെ അവളുടെ അമ്മയ്ക്ക് കിട്ടി. അതുമല്ല അതിനകത്ത് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ പോലീസുകാരെല്ലാം കൂടി ആ ഒരു ബസ്സിനകത്തേക്ക് ഓടി കയറുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോ മരിച്ചിട്ടില്ല. കാരണം ഹീറോ ആ ഒരു ബസ്സിനകത്തായിരുന്നല്ലോ കിടന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.